ഹലോ, വെൽക്കം ടു ക്ലിയർ ജർമ്മൻ. അപ്പോൾ നമ്മൾ ഇന്ന് ജർമ്മൻ പഠിക്കാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ എല്ലാ ലാംഗ്വേജിലും പഠിക്കുന്ന പോലെ ആൽഫബറ്റാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ച ABCD തൊട്ട് Z വരെയുള്ള, അല്ലെങ്കിലോ I തൊട്ട് പിന്നെ ബാക്കി മലയാളത്തിലാണെങ്കിൽ ഇതെല്ലാം കൂടി ചേരുന്നതിനെയാണ് ആൽഫബറ്റ് എന്ന് പറയുന്നത്. അപ്പം ജർമ്മനിലും നമ്മൾ ആദ്യം എന്താ പഠിക്കാൻ പോകുന്നത്? ആൽഫബറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആൽഫബറ്റ് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ അത് മൾട്ടിപ്പിൾ സെക്ഷൻസ് ആയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, ഇപ്പം ഈ ഒരു സ്ലൈഡിൽ അല്ലെങ്കിൽ ഈ ഒരു ലെക്ചറിൽ A തൊട്ട് G വരെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറേ തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളും എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ ഡസ് ആൽഫബേറ്റ് എന്നാണ് ജർമ്മനിൽ പറയുന്നത്. എങ്ങനെയാണ്? ഡസ് ആൽഫബേറ്റ്. അപ്പോൾ ഈ ഡസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചാൽ ഈ ദ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഡസ് ആൽഫബേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡി ആൽഫബറ്റ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഈ ഡസ് എന്നുള്ളത് എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഇനി വരുന്ന ലെക്ചറിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഡസ് ആൽഫബേറ്റ് എന്നാണ് ജർമ്മനിൽ ആൽഫബറ്റിനെ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തതോ ആ. ആ എങ്ങനെയാണ്? ആ. അപ്പോൾ ആന എന്നൊക്കെ പറയുന്ന പോലെ ആ എന്നാണ് ജർമ്മനിൽ എനെ പറയുന്നത്. അപ്പോൾ ഏപ്രിൽ എന്ന മാസം അല്ലേ, നമ്മൾ പറയുന്ന ഏപ്രിൽ എന്ന മാസം ജർമ്മനിലും എങ്ങനെ തന്നെയാണ്? ഏപ്രിൽ എന്ന് തന്നെയാണ് എഴുതുന്നത്. പക്ഷെ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയായിരിക്കും എന്നറിയോ? എ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കിയത് എങ്ങനെയാണ്? ആ എന്ന്. അപ്പോൾ അപ്രിൽ, അപ്രിൽ എന്നാണ് ഏപ്രിലിനെ ജർമ്മനിൽ പറയുന്നത്. ഓക്കെ, എ എന്ന് പറയുന്നത് ആ, ആ. അപ്പൊ ഇത് അപ്രിൽ, അപ്രിൽ. ഓക്കെ, അടുത്തത് ബേ, ബേ. അപ്പോ ബി എന്നുള്ള ജർമ്മനിൽ എങ്ങനെയാണ്? ബേ, ബേ. അപ്പോൾ ബോൾ എന്നുള്ളത്, ബോളിനെ ബോൾ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ജർമ്മനിലും ബോൾ എന്ന് തന്നെയാണ് എഴുതുന്നത്. പക്ഷെ അതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയായിരിക്കും എന്നറിയോ? ഈ ബി എന്നുള്ളത് ഇവിടെ എന്താണ്? ബേ അല്ലെ? അപ്പൊ ബ എന്ന സൗണ്ട് ആണ്. ഇപ്പോ എ നമ്മളിപ്പോ നോക്കി അല്ലെ, എങ്ങനെയായിരുന്നു? ആ എന്ന സൗണ്ട് ആയിരുന്നു അല്ലെ, ആ എന്നുള്ള. അപ്പോ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയായിരിക്കും? ബാൽ, ബാൽ. ഓക്കെ, നമ്മൾ ബോൾ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ജർമ്മനിൽ അപ്പം എങ്ങനെയായിരിക്കും? ബാൽ, ബാൽ. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് എഴുതുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇൻഡിവിജ്വൽ ലെറ്റേഴ്സിൻ്റെ പ്രൊനൗൺസിയേഷൻ, അതുപോലെ തന്നെയായിരിക്കും ഇതിനകത്തുള്ള വാക്കുകളുടെയും പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഓക്കെ, അത് വരുന്ന ലെക്ചേഴ്സിൽ കൂടുതൽ വാക്കുകൾ നമ്മൾ പഠിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പം അടുത്തതിൽ സി എന്നുള്ളത് സേ എന്നാണ്. സേ. അപ്പൊ ഇവിടെ ഒരു വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടോ? ടയും സായും കൂടി ചേർന്നിട്ടാണ് ഈ സേ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ സി എന്ന് പറയുന്നത് നമ്മളിപ്പോ സി എന്നോ അല്ലെങ്കിൽ സാ വെച്ചിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ജർമ്മനില് സേ എന്നോ സേ എന്നോ അല്ല, പക്ഷെ എങ്ങനെയാണ്? സേ, സേ. അതായത് ടയും സായും കൂടി ചേർന്നിട്ട്. അപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർക്കാൻ എളുപ്പത്തിന് ബെറ്റ്സി എന്ന വാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം. അപ്പൊ ബെറ്റ്സിയിൽ എങ്ങനെയാ പറയുന്നത് നമ്മള്? സ് അല്ലെ, ബെറ്റ്സി, സ്. അതുപോലെയാണ് എങ്ങനെയാണ് സി പറയുന്നത്? സേ, സേ. അപ്പോ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, മെർസിഡസ് എന്ന് പറഞ്ഞ കാറ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, മെർസിഡസ് ബെൻസ് എന്ന് പറയുന്നത്. ജർമ്മനിൽ അപ്പൊ എങ്ങനെയായിരിക്കും? നമ്മള് സി എന്നുള്ളത് സേ അല്ലെങ്കിൽ സ് എന്ന സൗണ്ട് ആയതുകൊണ്ട് മെർസിഡസ് എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഓക്കെ, മെർസിഡസ് അല്ലാതെ മെർസിഡസ് അല്ലെങ്കിൽ മെർസിഡസ് എന്നല്ല, മെർസിഡസ്, മെർസിഡസ് എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. കാരണം സി എന്ന് പറയുന്നത് സേ ആയതുകൊണ്ട് ജർമ്മനിൽ. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനിപ്പോ നിങ്ങൾ കണ്ട 2-3 പടങ്ങളൊക്കെ വെച്ച്, അതായത് എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ ഓരോ ലെറ്ററും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളിപ്പോൾ വെറുതെ ഇതിന്റെ സ്പെല്ല് ചെയ്യുന്നത് എങ്ങനെയാണ് ആ ബേറ്റ്സേ എന്ന് പറഞ്ഞ് പഠിച്ചു പോകുന്നത് കുറച്ച് ബോറായിരിക്കും അല്ലേ.
അപ്പൊ അതുകൊണ്ട് എന്താണ്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളും കൂടി വെച്ചിട്ട് നിങ്ങൾക്കൊരു എക്സ്ട്രാ ഒരു ഐഡിയ കൂടി തരാൻ വേണ്ടിയിട്ടാണ് ഞാനത് വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന വാക്കുകളാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ഈ മേഴ്സിഡസ് അല്ലെങ്കിൽ ബോൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ നമ്മൾ ആൽഫബറ്റ് കഴിഞ്ഞ ഉടനെ പഠിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വാക്കുകളുടെ മീനിങ്ങും നമ്മൾ പതിയെ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ലെക്ചർ സീരീസിൽ ആദ്യം നമ്മൾ ആൽഫബറ്റ് പഠിക്കുന്ന ലെക്ചർ സീരീസിൽ ജസ്റ്റ് ഓരോ ആൽഫബറ്റും എങ്ങനെയാണ് സ്പെൽ ചെയ്യുന്നതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അടുത്തത് സേ, ആ, ബേ, സേ. അടുത്തതോ ഡി എന്നുള്ള ജർമ്മനില് ഡേ, ഡേ എന്നാണ്. അപ്പൊ ഈ ഡേ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഡ അല്ലെ, ഈ ഡായാണ് വരുന്നത്. അല്ലാതെ നമ്മൾ വട എന്നൊക്കെ പറയുന്നതോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വാട എന്നൊക്കെ പറയുന്ന ആ ഡായല്ല ഇവിടെ, അല്ലെ, ഡേ ആണ്, ഡ. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പോ ഡേ, ഡേ. അപ്പൊ നിങ്ങൾ ആഡുകളിൽ കണ്ടിട്ടുണ്ടാവും ഫോൾക്സ് വാഗൻ എന്ന് പറഞ്ഞ ജർമ്മൻ കാർ ബ്രാൻഡാണ്. അതിന്റെ ആഡിൽ നിങ്ങൾ ഇങ്ങനെ ഒരു വാചകം കണ്ടിട്ടുണ്ടാവും, അല്ലെ, ഡസ് ഔട്ടോ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഈ ഡ എന്നുള്ളത് ഡസ് എന്നുള്ളത് ദസ് എന്നോ ഡസ് എന്നോ അല്ല, പകരം ഡസ്, അല്ലെ, ഡേ ആയതുകൊണ്ട് ഡസ് ഔട്ടോ എന്നാണ് ഇത് പറയുന്നത്. അപ്പോ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ വണ്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെറും ദ കാർ എന്ന് മാത്രമാണ്. ഓക്കെ, ആ വേർഡ്സ് ഒക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഇനി വരുന്നതിൽ പഠിക്കും. അപ്പൊ ദ കാർ എന്ന് മാത്രമേ അതിനെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോ ഡേ എന്താണ്, അല്ലെങ്കിൽ ഡി എന്താണ്, ഡേ, ഡേ. അടുത്തതോ ഇ എന്നുള്ളത് എ എന്നാണ്, എ. ഓക്കെ, എ. അപ്പൊ ഇത് മാറിപ്പോയരുത്. നമ്മൾ ജർമ്മൻ പഠിക്കാൻ ഇരിക്കുമ്പോൾ എ എന്ന് കേട്ടാൽ എന്ത് ഓർമ്മ വരണം, നമ്മൾ ഇ ആണ് ഓർക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ച പോലെ എ എന്ന് പറയുമ്പോൾ ഈ എ ഓർക്കരുത്. ഓക്കെ, ജർമ്മനിൽ വരുമ്പോൾ എ എന്ന് പറയുന്നത് ഇ ആണ്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ നോക്കിയതുപോലെ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ രാജ്യത്തെ അപ്പൊ എങ്ങനെയായിരിക്കും ജർമ്മനിൽ പറയുന്നത്? ഇ എന്ന് വരുന്നത് എങ്ങനെയാണ്? എ എന്നാണ്. പിന്നെയോ ലാൻഡ് എന്ന് പറയുന്നത് നമ്മൾ എ കണ്ടു, ആ എന്നുള്ള സൗണ്ട്. അപ്പൊ ഇതെങ്ങനെയായിരിക്കും എന്നറിയോ? എംഗ്ലാൻഡ്, എംഗ്ലാൻഡ്. അതായത് ഇംഗ്ലണ്ട് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇ പറഞ്ഞു, എ ആണ്. അപ്പോ എംഗ്ലാൻഡ്, എംഗ്ലാൻഡ് എന്നായിരിക്കും പറയുക. ഓക്കെ, അപ്പോ ലാൻഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഇവിടെ എന്തായിരിക്കും? ലാൻഡ് എന്നായിരിക്കും. കാരണം ആ ലാ എന്നുള്ള സൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, എളുപ്പമല്ലേ? കുഴപ്പമില്ലല്ലോ. അടുത്തതോ എഫ് എന്ന് പറഞ്ഞ എഫ് എന്ന് തന്നെയാണ് ഇംഗ്ലീഷിലുള്ള പോലെ എഫ്, എഫ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത് മ്യൂണിക് എന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാ വർഷവും നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അപ്പൊ ഇതിനെ നമ്മൾ ഒക്ടോബർ ഫെസ്റ്റ് എന്നാണ് പറയാറ്. ഇത് ഒക്ടോബർ ഫെസ്റ്റ് എന്ന് പറയുവാണെങ്കിലും ഇത് സെപ്റ്റംബറിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ബിയർ ഫെസ്റ്റിവൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് ബിയർ ഒക്കെ ഇഷ്ടമാണെങ്കിൽ നല്ല അടിപൊളി ബിയർ ഒക്കെ കിട്ടും. ഓക്കെ, അപ്പൊ എന്താണത്? ഒക്ടോബർ ഫെസ്റ്റ്. അപ്പൊ ഇതില് ഫെസ്റ്റ് എന്ന് പറയുന്നത് ഫെസ്റ്റിവലിന് പറയുന്നതാണ്. അത് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ ഫെസ്റ്റ് എന്ന് പറയുന്നത് എഫ്, എഫ് തന്നെ ആയതുകൊണ്ട് ഫെസ്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എഫ്, എഫ്. അടുത്തതോ ജി എന്ന് പറയുന്നത് ഗേ, ഗേ എന്നാണ്. എങ്ങനെയാണ്? ഗേ, ഗേ. അപ്പോ ഗ്ലാസ് എന്ന് പറയുന്നത് ജർമ്മനില് ഗ്ലാസ് എന്ന് തന്നെയാണ് ഒരു ഗ്ലാസിന് പറയാനായിട്ട്. പക്ഷെ ഒരു എസ് ഇല്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല. ഗ്ലാസ് എന്നതിൽ ഒരു എസ്സേ ഉള്ളൂ ജർമ്മനില്. അപ്പോൾ ഗ്ലാസ് എന്ന് തന്നെയാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ജി എങ്ങനെയാണ്? ഗേ, ഗേ. അപ്പോ നമ്മൾ ഇപ്പൊ പഠിച്ചതൊന്ന് നമുക്ക് റിവൈസ് ചെയ്താലോ? അത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പോ ആ, ആ, ബേ, ബേ, സേ, സേ, ഡേ, ഡേ, എ, എ, എഫ്, എഫ്, ഗേ, ഗേ. ആ, ബേ, സേ, ഡേ, എ, എഫ്, ഗേ. അപ്പോ ഇതിനകത്ത് നിങ്ങൾ ഓർക്കേണ്ടത്, അതായത് ഓർക്കേണ്ടതായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആൽഫബറ്റ് ലെറ്റേഴ്സ് ഒക്കെ ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സ്റ്റാർ ഇട്ട് മാർക്ക് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, എന്നിട്ട് പിന്നെ അത് മാത്രം ഒന്ന് സ്ട്രെസ് ചെയ്ത് ഫോക്കസ് ചെയ്തിട്ട് പിന്നീട് അത് മാത്രം എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യാൻ പറ്റും.
ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളതൊക്കെ ജസ്റ്റ് ഒരു സ്റ്റാർ ഇടുക. അപ്പോൾ അതിനൊരു കുറച്ചുകൂടി ഒരു ഫോക്കസ് കൊടുത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യും, ബ്രെയിനിൽ സ്റ്റോർ ആവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ടൊന്നും വരില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ സി എന്ന് പറയുന്നത് ഓർക്കുക, സ് അല്ലേ, ബെറ്റ്സി എന്നുള്ള സൗണ്ട് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് നോക്കിയാലോ. ആ ബേ സേ ഡേ എ എഫ് ഗേ. അപ്പോൾ ക്ലിയർ ആയല്ലോ ഇത്രയും. അപ്പോൾ ഈ ലെക്ചറിൽ നമ്മൾ ഇത്രയും പഠിക്കുന്നുള്ളൂ. അടുത്ത ലെക്ചറിൽ എന്ത് ചെയ്യാം, ബാക്കി നമുക്ക് പഠിക്കാം. അപ്പൊ ഇത്രയും ഉള്ളതിൻ്റെ നോട്ട്സ് എഴുതിയിട്ട് അത് റിവൈസ് ചെയ്തിട്ട് അടുത്ത ലെക്ചറിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ ബൈ.